ശ്രീ റെജി ലൂക്കോസ് ഇങ്ങനെ മധു മുല്ലശ്ശേരി നമ്മളോടൊപ്പം ചർച്ചയിലിരുന്നത് കൊണ്ട് കൂടുതൽ സമയം തിരുവനന്തപുരത്ത് കോൺസെൻട്രേറ്റ് ചെയ്തു എന്നതിനപ്പുറം ഏറിയും കുറഞ്ഞും വി ജോയും അദ്ദേഹവും തമ്മിലുള്ള ആശയവിനിമയത്തിന്റെയോ രാഷ്ട്രീയ ബലാബലത്തിന്റെയോ ഒക്കെ ഒരു പരിണിത ഫലം എന്ന് പോലും വിചാരിക്കാം. അതിനപ്പുറത്ത് മറ്റു പലയിടങ്ങളിൽ കരുനാഗപ്പള്ളിയിൽ സംഭവിക്കുന്നതിന് എന്തെങ്കിലും വിശദീകരണം നൽകാൻ കഴിയുമോ? ഈ കൊഴിഞ്ഞാമ്പാറയിൽ വിമത സമ്മേളനം നടന്നതിന് എന്തെങ്കിലും വിശദീകരണം നൽകാൻ കഴിയുമോ? പാലക്കാട് കൊടുമണിൽ ഇതിനൊക്കെ എന്തെങ്കിലും തരത്തിൽ മറുപടി പറയാൻ കഴിയുന്ന സാഹചര്യമെങ്കിലും പാർട്ടിക്കുണ്ടോ? എന്താ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കണേ? പറ, എന്തെങ്കിലുമൊക്കെ കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങൾ നിയന്ത്രിച്ച് പറ. മധു, CPM എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഒരു കരുത്തെന്ന് പറയുന്നത് നടപടി എടുക്കാനായിട്ട് ആർജവമുള്ളൊരു പാർട്ടി എന്നുള്ളതാണ്. അത്രയ്ക്ക് തന്റെ ഇടമുള്ള പാർട്ടി കേരളത്തിൽ മറ്റൊരു പാർട്ടിയിലും. ഗോവിന്ദ മാഷ് ഇന്നലെ കരുനാഗപ്പള്ളി ചെന്നു, അല്ലെ കൊല്ലത്ത് ചെന്നു, കരുനാഗപ്പള്ളിയിലെ ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു. ഇത് ആദ്യമൊന്നുമല്ല. കേരളത്തിൽ ഇതുപോലത്തെ പ്രശ്നം ഉണ്ടാകുന്ന, വ്യക്തിപരമായിട്ടും അല്ലാതെയൊക്കെ പ്രശ്നം ഉണ്ടാകുന്ന പാർട്ടിയുടെ ഘടകങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്ന ആദ്യത്തെ സംഭവമല്ല. ഇപ്പൊ അങ്ങനെ ആയോ? ഇതിലൊക്കെ വലിയ ആളുകൾ ഈ പാർട്ടി വിട്ട് പോയിട്ടുണ്ട്. പാർട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? MP രാഘവൻ ഈ പാർട്ടി വിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട KR ഗൗരിയമായി പാർട്ടി വിട്ട് പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇനി മറ്റൊരു പറയുന്നത് ഇതുപോലെ മാഫിയ ബന്ധവും ഇതുപോലെ സ്ത്രീ വിരുദ്ധതയും സ്ത്രീ പീഡന കേസും ഒക്കെ ഉന്നയിച്ചുകൊണ്ടാണോ? അതൊന്നും എനിക്കറിയാൻ മേല. താരതമ്യം ചെയ്യുമ്പോ നമ്മള് ഒരു താരതമ്യം വേണ്ടിയല്ല. അത് ഒറ്റ മറുപടിയുള്ളൂ. പാർട്ടി അച്ചടക്കം എന്ന് പറയുന്നത് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ കരുത്തായ ഒരു അടിത്തറയാണ്. ഒരു മാറ്റവും ഇല്ലല്ലോ. ഞാനൊരു പാർട്ടി പ്രവർത്തനാ. ഇപ്പൊ ഇതിനകത്ത് ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. സാധനങ്ങളൊന്നും ലഭിക്കാതെ വേണ്ടി പാർട്ടിക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ആരാണ് സാധനങ്ങളിൽ എത്തേണ്ടത്? ആർക്കാണ് പ്രവർത്തനത്തിനുള്ള കാര്യങ്ങൾ വിഭജിച്ചു കൊടുക്കുന്നത്? പാർട്ടി തീരുമാനിക്കാതെ അനുസരിക്കുക എന്നുള്ളതാണ് CPM പ്രവർത്തനം ചെയ്യേണ്ടത്. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. ഇനി ഇത് നിങ്ങളിപ്പോ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ, അതായത് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ സംവിധാനങ്ങൾ ഈ പാർട്ടിക്കുണ്ട്. അല്ല, അതങ്ങനെ പരിഹരിക്കപ്പെടാത്തത് കൊണ്ടാണല്ലോ ഈ സമ്മേളന കാലയളവിൽ ഗോവിന്ദൻ പോയി അമീറുൽ ഇസ്ലാം വരുന്നു എന്ന് ബോർഡ് പിടിച്ചുകൊണ്ട് വനിതാ പ്രവർത്തകർക്ക് മാർച്ച് നടത്തേണ്ടി വരുന്നത്. അതല്ല, മാധ്യമപ്രവർത്തകരോടൊക്കെ പറയേണ്ടി വരുന്നത് ഞങ്ങൾക്ക് അഭിമാനത്തോടെ ഈ പ്രസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമാണ് പുറത്തുനിന്ന് പറയേണ്ടി വരുന്നത്. അല്ല മാധു, അങ്ങനെയൊക്കെയുള്ള വൃത്തികെട്ട പോസ്റ്ററുകളും പദാവലികളൊക്കെ ഉയർത്തിക്കൊണ്ട് ഈ പാർട്ടി അപമാനിച്ചിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഈ പാർട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പറയരുത് കേട്ടോ. അതായത് നിങ്ങളുടെ പ്രവർത്തകർ, നിങ്ങളുടെ വനിതാ പ്രവർത്തകർ, നിങ്ങൾ അവരെ തള്ളി പറയരുത്. അവരുടെ അഭിമാന ബോധത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യരുത്. അവർക്ക് അഭിമാനത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഇല്ല എന്നുകൊണ്ട് പരാതി പറഞ്ഞിട്ട് അത് നടപ്പിലാക്കാതെ പോയത്, പരിഗണിക്കാതെ പോയെന്ന ബോധ്യത്തിൽ നിന്ന് അവർ പരാതി വരുമ്പോൾ വൃത്തികെട്ട മുദ്രാവാക്യാവുന്ന എങ്ങനെയാണ്? അല്ല, അങ്ങനത്തെ മുദ്രാവാക്യങ്ങളൊന്നും ഒരു അച്ചടക്കമുള്ള പാർട്ടിക്ക് ചേർന്നതല്ല. പാർട്ടിയിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ മേൽഘടകങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുക. പാർട്ടി അതനുസരിച്ചുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്തും. അങ്ങനെ ഉണ്ടായില്ലെന്ന് അവർക്ക് തോന്നിയാൽ എന്ത് ചെയ്യണം? ശ്രീ റെജി ലൂക്കോസ്, പരിഹാരം ഉണ്ടായില്ല എന്ന് അവർക്ക് തോന്നിയാൽ എന്ത് ചെയ്യണം? ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട. പരിഹാരമില്ല എന്ന് അവർക്ക് തോന്നാനുള്ള കാരണം എന്തുകൊണ്ട്? ഈ പാർട്ടിയിൽ കാലങ്ങളായിട്ട് പ്രശ്നങ്ങളെ പരിഹരിക്കാത്ത പാർട്ടിയാണോ? ആ തോന്നൽ തന്നെ തെറ്റല്ലേ? അങ്ങനെ തോന്നില്ലെങ്കിൽ മേൽഘടകങ്ങളുണ്ട്, അവിടെ റിപ്പോർട്ട് ചെയ്യുക. ഇതിപ്പോ സമ്മേളനം നടക്കുന്ന കാലമല്ലേ? അപ്പൊ അതിനകത്ത് മറ്റെന്തെങ്കിലും ലക്ഷ്യത്തോടു കൂടി ഈ മേൽഘടകങ്ങളും നിസ്സഹായരാണെന്നുള്ളതാണ്. കൊടുമണ്ണിലെ ഏരിയ കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു. പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ വീട്ടിൽ നിന്ന് വിളിപ്പാട് അകലെയാണെന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മേൽഘടകമാണല്ലോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് നിങ്ങളുടെ വ്യാഖ്യാനങ്ങൾ, അത് പാർട്ടി അങ്ങയുടെ വ്യാഖ്യാനം ഒന്ന് പറയൂ. നിങ്ങൾക്ക് അറിയാൻ മേലാത്തോണ്ട് അങ്ങയുടെ വ്യാഖ്യാനം ഒന്ന് പറയൂ. പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ വീടിന് തൊട്ടടുത്ത് ഞാൻ പറയാം. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. CPM-നകത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റെതായ ചില ചട്ടക്കൂടുകളുണ്ട്. ആ ചട്ടക്കൂടുകളിൽ നിന്ന് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ 1 കിലോമീറ്റർ അപ്പുറമാണ്, 3 കിലോമീറ്റർ അപ്പുറമാണെന്നുള്ള വിഷയമൊന്നുമില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ പാർട്ടിയെ കുറിച്ച് അറിയാൻ പാടില്ലാത്തവരാണ് ഈ പാർട്ടിയെ വ്യാഖ്യാനം. മധു എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ പറഞ്ഞത് എന്താ? ഞാൻ കുറെ ദിവസങ്ങളായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അതെന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ആലോചിച്ച് ഇങ്ങനെയല്ലേ ഈ ഇത്ര ആൾക്കാരെ നിങ്ങൾ ഈ ചാനലിൽ ഇരുത്തിക്കൊണ്ട് ഈ പാർട്ടിനെ ഏതാണ്ട് വലിയ രീതിയിലുള്ള ആഹ്ലാദം കൊടുക്കുന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് BJP-യിലേക്ക് പോകണമെന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സാധാ രാഷ്ട്രീയ പ്രവർത്തകന്, ഒരു സാധാ CPM പ്രവർത്തകന് ഈ ചർച്ചയല്ലേ കേട്ടത്? ശ്രീ റെജി ലൂക്കോസ് അദ്ദേഹം BJP-യിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടില്ല, എവിടേക്ക് പോകണമെന്ന് തീരുമാനിച്ചില്ല, CPM-ൽ ഇനി ഇല്ല എന്നാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെയാ കേട്ടത്. അല്ല, ഞാൻ കേട്ടത് അങ്ങനെ തന്നെ. പക്ഷെ അതിനകത്ത് BJP-യുടെ നേതാക്കന്മാരെ ബന്ധപ്പെട്ടോണ്ടിരിക്കുന്നുള്ളൂ പറഞ്ഞു. അതിനൊന്നും ഇല്ല. പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നിങ്ങൾ അദ്ദേഹവുമായി ആശയവിനിമയം നടത്തി. ഇവിടെ പ്രശ്നമുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കോൺഗ്രസും BJP-യും ആശയവിനിമയം നടത്തുന്നു. നിങ്ങൾക്ക് ഏകപക്ഷീയമായി കുറ്റം പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? അങ്ങനെയൊന്നും പറഞ്ഞു വ്യാഖ്യാനിക്കരുത്. പരസ്യമായിട്ട് പ്രസ്താവിച്ച് പീസറിന് ആശയപരമായിട്ട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് CPM-ന്റെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോഴാണ്
അത് താൻ നിന്ന പ്രസ്ഥാനങ്ങളെ താൻ ചെയ്ത നിലപാടുകളെ തള്ളി പറഞ്ഞുകൊണ്ട് ആശയപരമായി യോജിപ്പുള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയിലേക്ക് എടുത്തിട്ട് അതിനെ സ്ഥാനാർത്ഥിയാക്കി. ഇനി അദ്ദേഹത്തിന് ഉപയോഗിക്കും. എനിക്കിത് കിട്ടണം. ആത്മാർത്ഥതയ്ക്ക് ഇപ്പൊ ഈ നാട്ടിൽ ഇതാണ് പ്രതിഫലം. സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ് പി സരിന്റെ മാറ്റം എന്നൊക്കെ കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ്. അതിങ്ങനെ മിഠായി പൊതിയിൽ പൊതിഞ്ഞു വെച്ചുകൊണ്ട് മാറ്റമൊന്നും ഉണ്ടാവില്ല.